ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നോമ്പൊക്കെ തുടങ്ങിയ സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് വേണ്ടത്. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് നല്ല തണുത്ത് വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു സൈസ് തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതൊരു 400 ഗ്രാമോളം തണ്ണിമത്തനുണ്ട്. ഇത് ഏറ്റവും ചെറിയ പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തി വെച്ചിട്ട് അതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും കഴിഞ്ഞ് കിട്ടും. ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ജ്യൂസിനും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക. തണ്ണിമത്തനിൽ ഒരുപാട് കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തതിൽ ഒരുപാട് അങ്ങനെ കുരുവൊന്നും ഇല്ലാത്ത തണ്ണിമത്തനായതുകൊണ്ട് തന്നെ ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല. അതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാനിതാ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തണ്ണിമത്തന്റെ ജ്യൂസ് മാത്രമാണ്, വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് തന്നെ അതുപോലെ ഒന്നും കൂടി ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് റൂഹ് ഹഫ്സ ആ ഒരു എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. റൂഹ് ഹഫ്സന്റെ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ റോസ് മിൽക്കിന്റെ എസൻസ് വാങ്ങാനും കിട്ടും, അതായാലും മതി. ഇത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഈ ഒരു എസൻസ് ഇല്ലാന്നുണ്ടെങ്കിലും ആ ഒരു ജ്യൂസിന് ആ ഒരു ഫ്ലേവർ മാത്രമേ വരുള്ളൂ, അല്ലാതെ ആ ജ്യൂസിന്റെ ടേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർക്ക് പഞ്ചസാരന്റെ അളവ് കുറയ്ക്കാം. ഇനി നമ്മൾ പാലൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ആ മധുരം കുറച്ച് കുറവായി പോകും. നമ്മൾ ഈ ഒരു തണ്ണിമത്തനിലുള്ള മധുരം കുറച്ച് കമ്മിയാവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാനിതിലേക്ക് ഒരു പാക്കറ്റ് പാൽ, അതായത് 1/2 ലിറ്റർ മിൽമന്റെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തിക്ക് ആയ പാൽ തന്നെ എടുക്കാൻ നോക്കുക. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വെള്ളം ഇതിൽ തീരെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, പാല് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത പാൽ തന്നെ എടുക്കണം. പാലും പഞ്ചസാരയും നമ്മുടെ ഈ ഒരു തണ്ണിമത്തനിലേക്ക് ചേർന്ന പോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊഴിച്ച് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റമളാൻ മാസത്തിലെ നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് 2 ടീസ്പൂണ് പാൽപ്പൊടിയാണ്. അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂട് സമയമാണ്. അപ്പൊ നമുക്ക് ഈ ചൂട് സമയത്ത് പുറത്തുനിന്നൊക്കെ ഒന്ന് വന്ന് കുടിക്കുമ്പോൾ നല്ലൊരു തണുത്തൊരു ജ്യൂസ് കൂടി കിട്ടിയാൽ നല്ല സൂപ്പർ ആയിരിക്കില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ഡ്രിങ്കാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ്. ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തണ്ണിമത്തൻ ജ്യൂസാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി തണുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറുത്ത കസകസ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജ്യൂസിൽ നമുക്ക് പാലായാലും അതുപോലെ തന്നെ കസകസ ആയാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് തണുപ്പ് തരുന്ന ഐറ്റംസ് ആണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുത്ത് നല്ല അടിപൊളി ഒരു റിഫ്രഷ്മെന്റ് കിട്ടും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന
ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടിപൊളി ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്തെടുത്ത് കുടിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് പോയി നോക്കി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.